വിനായക ചതുർത്ഥി ആഘോഷ നിറവിലാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം. വിനായക സന്നിധിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദർശനം നടത്തി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിനായക ചതുർത്ഥി മംഗളദീപവും അദ്ദേഹം തെളിയിച്ചു. ക്ഷേത്രസന്നിധിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നു. ഭക്തിയുടെ നിറവിലാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം. നാളെ വിനായക ചതുർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്രസന്നിധിയിലേക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്രസന്നിധിയിൽ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും പുലർച്ചെ 4 മണിക്ക് നട തുറക്കും. ഇതിനുശേഷം 5 മണിയോടെയാണ് മഹാഗണപതി ഹോമം നടക്കുക. 10,000 തേങ്ങയുടെ ഗണപതി ഹോമമാണ് നടക്കുക. ഏതായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ക്ഷേത്രസന്നിധിയിൽ പൂർത്തിയായിരിക്കുകയാണ്. ക്ഷേത്രം മാനേജർ അജീഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും ഒരുപാട് ഭക്തരെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ടോ? തീർച്ചയായും മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് എല്ലാ ചടങ്ങുകളും എല്ലാ രീതിയിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് നട തുറക്കുന്നതോടുകൂടി 5 മണിക്ക് 10,008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമം മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച് 10:30 ഗജപൂജയും 11:00 കർപ്പൂരം ഒഴിഞ്ഞ് ഗണപതി ഹോമം സമർപ്പിക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അതോടുകൂടി എല്ലാ ഭക്തരും ആ സമയത്തിൻ്റെ ഉള്ളിൽ അനവധി ഭക്തർ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേരാറുണ്ട്. എത്തിച്ചേർന്ന് അവർ ഇവിടെ വന്ന് പ്രസാദവും അന്നദാനവും എല്ലാം കഴിച്ചിട്ടാണ് മടങ്ങാറുള്ളത്. അതിനുശേഷം 12-1 മണിയോടുകൂടി പെരുവനം ശങ്കരൻകുട്ടി പെരുവനത്തിന് അദ്ദേഹത്തിൻ്റെ മേളവും അതിനുശേഷം ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരുടെ മേളവും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാകുന്നതുകൊണ്ട് ഗജവീരന്മാരുടെ ഒരു വലിയ നിര തന്നെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗജവീരന്മാർ തന്നെയല്ലേ ഇതുവരെയും ഇവിടെ അണിനിരക്കുന്നു? അതെ, തീർച്ചയായും ഗുരുവായൂരിലെ ആന തന്നെയാണ്. എല്ലാ വർഷവും ഗുരുവായൂരപ്പൻ്റെ ഒരു ആന മള്ളിയൂരിൽ എത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്രാവശ്യം മള്ളിയൂരിലെത്തുന്ന ഇന്ദ്രസനാണ്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഗുരുവായൂരിൽ നിന്ന് ഒരു ആന ഇവിടെ പതിവാണ്. പിന്നെ കാളിദാസനാണ്, ചിറക്കൽ കാളിദാസനാണ് എത്തുന്നത്. അനവധി ആനകൾ 12 ഗജവീരന്മാരാണ് എഴുന്നള്ളിക്കുന്നത്. അതിൻ്റെ ആനയൂട്ടും എല്ലാ ക്രമീകരണങ്ങളും നടന്നു, എല്ലാം ചെയ്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ മള്ളിയൂരിൽ എത്തിച്ചേർന്ന് ദർശനം നടത്തി മടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. തന്നെയാണ് എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും പുലർച്ചെ 4 മണിക്കാണ് നട തുറക്കുന്നത്. ആ സമയം മുതൽ തന്നെ ദർശനത്തിന് പ്രത്യേക സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 5 മണി മുതലാണ് മഹാഗണപതി ഹോമം ഇവിടെ ആരംഭിക്കുക.